ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു സംഭവം പറയാം കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു ആത്മീയ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ആ ചേച്ചി എന്നോട് ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്തു. അതെന്നെ ഏറെ സ്പർശിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അതൊന്ന് പറഞ്ഞു തരാമെന്ന്. എനിക്ക് മാത്രം അത് പ്രാർത്ഥിച്ച് അനുഗ്രഹം കിട്ടിയാൽ പോരല്ലോ, നിങ്ങൾക്കും അനുഗ്രഹം കിട്ടണ്ടേ? നിങ്ങൾക്കും ഈശോയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടണം. അത് കാണാനാണ് എനിക്കും ആഗ്രഹം. കുറേ വർഷങ്ങളായി കുടുംബമായി പൂനെയിലാണ് കേട്ടോ ഈ ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ പൂനെയിലേക്ക് പോകുന്നതിന് ഒക്കെ മുമ്പായിട്ട് ഒത്തിരി പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മുന്നോട്ടിനി എന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ, ഒരു വഴിയും കാണാതെ അലയുന്ന ഒരു സമയമായിരുന്നു അത്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വേദനിച്ച സമയത്ത് ഒരിക്കലും ചേച്ചി വളരെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ എടുത്തപ്പോൾ ചേച്ചിക്ക് കിട്ടിയ വചനം 25-ാം സങ്കീർത്തനമായിരുന്നു. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: വഴി കാട്ടണമേ. ആ വചനഭാഗത്തിൽ വിശ്വസിച്ച് ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നു മുതൽ ദിവസവും ആ ബൈബിൾ ഭാഗം വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാനും മാസങ്ങൾ മുടങ്ങാതെ വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ജീവിത പങ്കാളിക്ക് പൂനെയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുകയാണ് കേട്ടോ. അവരങ്ങനെ അങ്ങോട്ട് പൂനെയിലോട്ട് താമസം മാറുകയാണ്. അന്നു മുതൽ പിന്നീട് അവരുടെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു. അത് എല്ലാ മേഖലയിലും, സാമ്പത്തികമാകട്ടെ ആത്മീയമാകട്ടെ, എല്ലാ മേഖലയിലും ദൈവം അവരെ എടുത്ത് ഉയർത്തി അനുഗ്രഹിച്ചു എന്ന് വേണം പറയാനായിട്ട്. ചേച്ചി പറയും ചേച്ചിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഈ 25-ാം സങ്കീർത്തനമാണെന്ന്. പിന്നീട് ആര് വിഷമങ്ങളല്ലേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു പറയുമ്പോഴും ചേച്ചി അവരോടൊക്കെ പറയും, നിങ്ങൾ 25-ാം സങ്കീർത്തനം ഡെയിലി വായിക്കൂ, ദൈവം നിങ്ങൾക്കായി ഒരു വഴി തുറന്നു തരുമെന്ന്. അങ്ങനെ മറ്റൊരു കുടുംബത്തിൻ്റെ അനുഭവം കൂടി അതോടൊപ്പം സംസാരത്തിനിടയിൽ ചേച്ചി എന്നോട് ഷെയർ ചെയ്തു. ആ കുടുംബം ഒത്തിരി വർഷങ്ങളായിട്ട് UK പോകാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവിടുത്തെ കുടുംബനാഥൻ ഒരു എൻജിനീയർ ആയിരുന്നു. പുള്ളി പല രീതിയിലും പോകാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷെ പുള്ളിക്ക് പോകാനായിട്ട് പറ്റിയില്ല. പലവിധ തടസ്സങ്ങൾ മൂലം അവർക്കത് നടക്കണില്ലായിരുന്നു. അവരും ഒരിക്കലിങ്ങനെ സംസാരത്തിനിടയിൽ അവരുടെ വിഷമവും ചേച്ചിയുമായിട്ടിങ്ങനെ പങ്കുവെച്ചു. അപ്പോൾ ചേച്ചി അവരോടും പറഞ്ഞു ഈ 25-ാം സങ്കീർത്തനത്തിൻ്റെ കാര്യം. ആ കുടുംബവും ചേച്ചി ആ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വർഷങ്ങളായുള്ള നടക്കാതിരുന്ന അവരുടെ UK സ്വപ്നത്തിലേക്കുള്ള വഴി കർത്താവ് തുറന്നു കൊടുക്കുകയാണ്. അവരിന്ന് കുടുംബവുമായിട്ട് UK താമസിക്കുകയാണ് കേട്ടോ. അതുപോലെ ചേച്ചിയുടെ മക്കളുടെ കാര്യത്തിലും അവരുടെ മുന്നോട്ടുള്ള പഠന മേഖലയിലും ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ മക്കളോട് 3 പേരോടും ചേച്ചി പറഞ്ഞു കൊടുത്തു 25-ാം സങ്കീർത്തനം ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുകയെന്ന്. നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്കുള്ള വഴി ഏതെന്ന് കർത്താവ് നിങ്ങൾക്ക് കാട്ടിത്തരുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ചേച്ചിക്ക് 3 ആൺമക്കളാണ് കേട്ടോ ഉള്ളത്. അതിലൊരാൾ പഠിക്കാനൊക്കെ ഇത്തിരി പുറകിലായിരുന്നു. ചേച്ചിക്ക് അവനെ ഓർത്ത് ഇന്നും ഒരു വിഷമമായിരുന്നു. പക്ഷേ ഈ 3 ആൺകുഞ്ഞുങ്ങളും എല്ലാ ദിവസവും 25-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൽ അത്ഭുതം എന്ന് പറയേണ്ടത് മറ്റ് 2 നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ആ 2 സഹോദരങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് പഠനത്തിൽ പിന്നിൽ നിന്നിരുന്ന ഈ കുട്ടി അവനത് മുന്നിലായെന്നുള്ളതാണ്. അവരെക്കാൾ കൂടുതൽ മാർക്കോടുകൂടി പാസ്സായത് പഠനത്തിൽ പുറകിലായിരുന്ന ആ കുട്ടിയാണ്. ഇന്ന് ചേച്ചിയുടെ 3 മക്കളും നല്ലൊരു നിലയിലെത്തി. ഒരാളിപ്പോൾ UK മറ്റ് 2 പേരും പൂനെയിലാണ്. നല്ല ദൈവകൃപയുള്ള മക്കളാണ് കേട്ടോ ഈ ചേച്ചിയുടെ 3 ആൺമക്കളും. അതിന് കാരണമുണ്ട്. ഈ അമ്മ ചെറുപ്പം മുതലേ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ് അവരെ വളർത്തിയത്. പൂനെയിൽ ജനിച്ചു വളർന്ന കുട്ടികളാണെങ്കിലും നല്ല ദൈവവിശ്വാസത്തിലും ദൈവഭക്തിയിലുമാണ് ചേച്ചി അവരെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് ചേച്ചി പറയുകയായിരുന്നു, ഇന്ന് കാണുന്ന അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്ക് പിന്നിലും ഈ 25-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു അഭിഷേകവും ശക്തിയുമൊക്കെ ഉണ്ടെന്ന്. അതാണ് ആ കുടുംബം ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമുക്കും ഇത് വിശ്വസിക്കാം.
ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ വേദനിക്കുന്നവർ, മുന്നോട്ടൊരു വഴിയും കാണാതെ അലയുന്നവർ, ഒത്തിരി പ്രതിസന്ധിയിലൂടെ വിഷമത്തിലൂടെ ഒക്കെ ജീവിതം കടന്നു പോകുന്ന ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇന്നു മുതൽ ഈ സങ്കീർത്തന ഭാഗം വായിച്ചു തുടങ്ങാം. ദൈവം നിങ്ങൾക്കായി ഒരു വഴി തുറന്നു തരും. ഉറപ്പാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ച് 25-ാം സങ്കീർത്തനം ചൊല്ലി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.